അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്യുന്നവരാണ്. എന്നാൽ ഈ തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒന്ന് ഏറ്റുപറഞ്ഞാൽ, അതിലേക്ക് മടങ്ങാതെ ഇനിയൊരു തിരിച്ചു നടത്തം ആ തിന്മയിലേക്കില്ലാതെ അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങിയാൽ റബ്ബ് നമുക്കതെല്ലാം പുറത്തു തരും. എന്നാൽ പലരും തെറ്റ് ചെയ്യുകയും അവരോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങൾ നടക്കുമ്പോൾ അവർ പറയും, ഇനി എനിക്കൊരിക്കലും അള്ളാഹ് പുറത്തു തരില്ല, കാരണം ഞാൻ വലിയ തെറ്റ് ചെയ്തല്ലോ എന്ന ഒരു പോം വഴിയിലൂടെ തിന്മയിലേക്ക് അവർ അടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ തിന്മയിലൂടെ അവർ തുടർന്നു പോവുകയും നാളെ ഗ്രന്ഥം ലഭിക്കുന്നവരെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ആ തിന്മയിലൂടെ അങ്ങനെ തുടർന്നുപോയി അവസാനം പരലോകത്തെത്തുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണത് പറയുന്നത്. വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂൻ യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. ഞങ്ങളുടെ നാശം, എന്തൊരു രേഖയാണിത്, എന്തൊരു ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്താതെ ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്ന വിലാപം നമുക്ക് വരാതിരിക്കാൻ നാം ഇപ്പോൾ തന്നെ, വിശിഷ്യ ഈ റമദാനിൽ തന്നെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട്. അത് നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ചൂടുള്ള റമദാനിൽ ഭക്ഷണവും പാനീയവും നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പല തിന്മകളും ജീവിതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഈ റമദാൻ കഴിയുമ്പോഴേക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തെ മാറ്റാനും അങ്ങനെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിലെത്താൻ നമുക്കെല്ലാവർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.